ജീവിതത്തിൽ രണ്ട് മുഖങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒന്ന് പ്രയാസങ്ങളിൽ നമ്മുടെ ഒപ്പം നിന്നവർ, മറ്റൊന്ന് പ്രയാസങ്ങളിൽ നമ്മളെ ഒറ്റയ്ക്കാക്കിയവർ. ഒരു പെണ്ണ് ഭാഗ്യവതി ആകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല, മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. നമ്മളെ തളർത്തുന്നവരും വളർത്തുന്നവരും നമ്മുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് നാം തിരിച്ചറിയുന്നത് ഏറെ വൈകിയായിരിക്കും. ജീവിതത്തിൽ തൻ്റേതായ അഭിപ്രായം അല്ലെങ്കിൽ മറുപടി പറയേണ്ടിടത്ത് പറയാനുള്ള ധൈര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. പറയാതിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ആരോടും തിരിച്ചൊന്നും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. അപമാനിച്ചവരെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്ക് മുൻപിൽ അതിഗംഭീരമായി തലയുയർത്തി നിന്ന് കാട്ടിക്കൊടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സങ്കടപ്പെടരുത്. കാരണം ഒരു മരത്തിന് ചില്ലകൾ നഷ്ടപ്പെടുമ്പോൾ പുതിയവ തളിർക്കാറുണ്ട്. ഈ ലോകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സത്യസന്ധത ബോധിപ്പിക്കുവാനുള്ളത് സ്വന്തം മനസാക്ഷിയോട് മാത്രമാണ്. നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിയുറപ്പിക്കാൻ ശ്രമിക്കരുത്. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുക്കപ്പെടും. ചില ബന്ധങ്ങൾ എല്ലാമാണെന്ന് നമ്മൾ കരുതും, പക്ഷേ ഒന്നുമല്ല എന്ന് കാലം തെളിയിക്കും. ഇങ്ങോട്ടില്ലാത്തത് അങ്ങോട്ട് നൽകും തോറും അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലതൊക്കെ മനസ്സിലാക്കി നമ്മളും മാറണം. ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരു ആവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കാൻ നാം മറന്നുപോയാൽ ജീവിതത്തിൽ നാം വെട്ടിപ്പിടിച്ച വിജയങ്ങളെല്ലാം വെറുതെയാണ്. വിജയിച്ച വ്യക്തികളെപ്പറ്റി മാത്രമല്ല, തോറ്റുപോയവരെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിജയിക്കുവാനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് നമുക്ക് പ്രചോദനം നൽകും. മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായും പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തു പിടിക്കലുകളാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന അമ്പ് പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ. ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സായിരിക്കും. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം.